സ്വപ്നമല്ല. സ്വപ്നക്കാരനാ പറയുന്നതെങ്കിലും ഇത് സ്വപ്നമല്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോ. ഇവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്, അതേ പ്രവാചകന്മാരെ സംബന്ധിച്ച് എന്ത് വിശ്വാസമാണുള്ളത് ഉമ്മമാരെ, എന്ത് വിശ്വാസമാണുള്ളത് ഉപ്പമാരെ. അതെ, ഇവരിൽ നിന്നാണോ ഇസ്ലാം പ്രതീക്ഷിക്കുന്നത്? ഇവരിൽ നിന്നാണോ ഹിദായത്ത് കാക്ഷിക്കുന്നത്? ഇവര് നേർവഴിക്ക് നടത്തുമെന്നാണോ ചിന്തിച്ച് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കേട്ടോ അയാൾക്ക് എന്താ പറയാനുള്ളത് ഈ വിഷയത്തെ പറ്റിയെന്ന്. അല്ലാഹു റസൂലിനെ നേരിട്ട് കണ്ടു എന്ന് എന്നോട് അബ്ദുൽ ഖാദിർ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ടു റസൂലുള്ളാഹി. 18ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിൽ എന്റെ ഉപ്പയുടെ ദർസിൽ റിയാദ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നും അവസ്ഥ മാറി. റൂമും പള്ളിയും ഒന്നും കാണാത്തൊരവസ്ഥയുണ്ടായി. ഞാൻ എന്റെ ഉണർച്ചയിൽ കാണുകയാണ്, വലിയൊരു സംഘം വരുന്നു. ഒരാൾ വിളിച്ചു പറയുന്നു, ഹാദാ റസൂലുള്ളാഹ്, ഈ വരുന്നത് നബിതങ്ങളാണ്, ഈ വരുന്നത് നബിതങ്ങളാണെന്ന് അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഞാനിത് കണ്ടു. ഞാൻ നോക്കുമ്പോൾ ഒരു കുതിരയുടെ മുകളിൽ റസൂലുള്ളാഹി തങ്ങളുണ്ട്, പിന്നിൽ കുറെ സ്വഹാബിമാരുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹി തങ്ങൾ എന്നെ കൂട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ചുംബിച്ചു എന്നും പറഞ്ഞ് കൊട്ടിക്കുളം അബ്ദുൽ ഖാദിർ പൊട്ടിക്കരഞ്ഞു. എന്നോടാ പറഞ്ഞത്. അതാണ് ഇപ്പൊ ഇതിൽ വലിയ വിഷയം. മൂപ്പരോടാ പറഞ്ഞത്. അന്ന് ആലോചിച്ചു നോക്കണം. ഓ സഹോദരന്മാരെ, ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ, ഇതുപോലെ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വന്നുകൂടാത്ത വാദങ്ങൾ ഏതെല്ലാം നിലക്ക് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പകർന്നു കൊടുക്കാനാകുമോ അതൊക്കെയും പകരുന്നതിൽ പകരക്കാരൻ ഒരു ദുർവാശിയുള്ളതുപോലെ. പടച്ച റബ്ബിനെ പേടിക്കണം എന്നല്ലാതെ മറ്റെന്താ പറയാനുള്ളത്? ഇതൊക്കെ ദീനിന്റെ പേരിലല്ലേ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇവരാണ് പറയുന്നത് ഞങ്ങളാ സ്വർഗക്കാര്, ഞങ്ങളാ അള്ളാന്റെ ആൾക്കാര്, ഞങ്ങളാ ഹബീബിന്റെ ആളുകൾ, ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളാണ് ശരിയായ പാത, മറ്റുള്ളവരൊക്കെ പഴച്ചവരാണ്, തുടരരുത്, അവർക്ക് കുട്ടികളെ കൊടുക്കരുത്, സലാം പറയരുത്, ചിരിക്കരുത്, എന്തൊക്കെയാ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ലല്ലോ. നബി തങ്ങൾക്ക് ഇങ്ങനെ നടക്കൽ തന്നെയാണ് പണി. അവസാനമതാ കുണ്ടൂര് ശൈഖിനെ വിളിച്ചുകൊണ്ട് വാ കുണ്ടൂരെ എന്ന് നബി തങ്ങൾ വിളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് മാടി വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ലാത്തത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ലാത്തത്, നബി തങ്ങളതാ അവിടുത്തെ ഖബറിൽ നിന്ന് ആ ഖബറിലേക്ക് അവിടുത്തെ ശരീരം ഇറക്കപ്പെട്ടതിന്റെ ശേഷം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഖിയാമത്ത് നാളിലതാ ആദ്യമായി എല്ലാവരെയും ഖബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസത്തിൽ ഒന്നാമതായി ഖബർ പൊട്ടി പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്ന നേതാവ് ഞാനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതിന്റെ മുമ്പ് നബി തങ്ങൾ ഒരിക്കലും ഖബറിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടുകൊടുത്തിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല, ആരെയും കെട്ടിപ്പിടിച്ച് മുത്തമിട്ടിട്ടില്ല, ആരെയും ഇങ്ങോട്ടിറങ്ങി വന്ന് അതേ ആശ്വസിപ്പിച്ചിട്ടില്ല, പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ആ ഖബറിന്റെ സമീപത്തുള്ള റൂമിന്റെ അപ്പുറത്ത് താമസിക്കുന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹക്കുണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിനോട് പോയി സങ്കടം പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ ഇറങ്ങി വന്നിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല. ബാപ്പ ഇറങ്ങി വന്നിട്ടില്ല. സ്വഹാബത്താരും പറഞ്ഞിട്ടില്ല. ഈ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ. വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുമിനു കമാ ആമനസ്സുഫഹാ. അല്ലാഹുവിനെ കുറിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വസിച്ചതുപോലെ, അതേ ഏത് കാര്യങ്ങളിലാണെങ്കിലും സ്വഹാബത്ത് വിശ്വസിച്ചത് മാത്രമേ അങ്ങനെ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ, ഓ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂലെന്ന്
പറഞ്ഞ മുനാഫിക്കിന്റെ പാരമ്പര്യത്തോടെ സ്വഹാബത്ത് വിശ്വസിച്ച രൂപത്തിൽ അള്ളാനെ വിശ്വസിക്കാൻ പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് കോമാളി കാട്ടി പരിഹസിക്കുന്ന മുസ്ലിയാക്കള്, അള്ളാന്റെ ഇറക്കം പരിഹസിക്കുന്നവര്, അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നവര്, മുഖം എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നവര്, വിരലെന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നവര്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബർസഖിയായ ലോകത്ത് അത്യുന്നതമായ ജീവിതത്തിലാണ് മക്കളെ. ദുനിയാവിലേക്ക് അവിടുത്തെ റൂഹ് കൊണ്ടോ ശരീരം കൊണ്ടോ വരില്ലെന്നതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊക്കെ തള്ളിക്കളയുന്നു. അവരാ പറയുന്നത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്തേക്ക് ഹജ്ജ് കാലത്ത് തിരക്ക് മൂലം ഞാൻ അങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞതാണ്. കുണ്ടൂര് പോയപ്പോ വലിയ തിരക്കാണ്. തിരക്ക് കാരണം ഇങ്ങനെ മാറി നിൽക്കുകയാണ് കുണ്ടൂര് മുസ്ലിയാര്. അതേ കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ഭാഗത്ത് നിന്നൊരാൾ ഇങ്ങനെ മാടി വിളിക്കുന്നു. അതേ കുണ്ടൂരിനോട് ചെല്ലാൻ പറയാണ്, നിങ്ങളെന്താ അങ്ങനെ വിട്ടു നിൽക്കുന്നത്? നിങ്ങളെന്താ എൻ്റെ അടുത്ത് വരാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. ഓ മുസ്ലിമേ, ഒരൊറ്റ മുസ്ലിമിനും ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിനെ കഴിഞ്ഞാൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സർവരെക്കാളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവില്ലെന്ന് പറഞ്ഞ നേതാവിനേക്കാളും പ്രിയപ്പെട്ട നേതാവ് അബൂബക്കറാണോ എപിയാണോ? നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു കൂവുന്നത്? നിങ്ങളാണോ കുട്ടികൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്? നിങ്ങളാണോ ഖുതുബ നടത്തുന്നത്? നിങ്ങളാണോ ഇമാമത്ത് നടത്തുന്നത്? നിങ്ങളാണോ ജനങ്ങളുടെ മുമ്പിൽ സുന്നത്ത് ജമാഅത്തിന്റെ വക്താവായി ചമയുന്നത്? കേൾക്കട്ടെ ജനങ്ങളെല്ലാം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ആറെ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് കുണ്ടൂരിനെ അങ്ങോട്ട് അതേ ഖബറിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിളിക്കുന്ന അങ്ങനെ ഒരു റസൂലിൽ മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. ഇയാൾ തന്നെ പറയട്ടെ എന്താണ് സംഭവമെന്ന്. ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലയിലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതേ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗലയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗലയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ലേ സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്? എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിലൂടെ അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ ഷെയ്ഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. ആലോചിച്ചു നോക്കി, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആര്? ബഹുമാനപ്പെട്ട എ പി. ഏതാ ഈ മുടിയൻ, ഈ കേശം കൊണ്ട് നടക്കുന്നയാള്? ഇയാളാണ് ഇപ്പൊ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ അള്ളാന്റെ റസൂൽ വിളിക്കുക, ഇങ്ങോട്ട് വരി ഖബറിന്ന് ഇറങ്ങി വന്നിട്ടേ. ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ഖൗമ്, ഇത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വഅ്ള് പറഞ്ഞു കൊടുക്കുന്ന ഖൗമ്. ഈ സമൂഹത്തിന് എവിടെയാണ് പ്രിയമുള്ളവരെ ഇനി എവിടെ നിന്നാണ് ഹിദായത്ത് പ്രതീക്ഷിക്കാനാവുക? ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ടാ പറയുന്നത്, നഷ്ടത്തിന്റെ ലോകമെത്തുന്നതിന്റെ മുമ്പ് രക്ഷപ്പെട്ടോ, സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ. സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കുന്ന ഇത്തരത്തിലുള്ള കക്ഷികളിൽ നിന്ന് വഴിമാറിക്കൊണ്ട് യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നോ.
തീർന്നില്ല. പ്രവാചകനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു നേതാവ് അതുപോലെയുണ്ട് എന്ന മുസ്ലിമിന് വിശ്വാസമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ഇനി ഒരാൾ ലോകത്ത് വരാനുണ്ടോ? വന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വം അവിടുത്തെ വഫാത്തോടുകൂടി അത് അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്നതും ജനിച്ചതുമായ ഒരൊറ്റ കുഞ്ഞിനും അള്ളാഹുവിന്റെ റസൂലിനോടും മഹത്വമില്ല. എന്നാൽ ജീലാനിയെ പൊക്കി മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒരു നബിയാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ എല്ലാം തികഞ്ഞയാളായിരുന്നു ജീലാനി. എന്തുമാത്രേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ? ഒരാളതാ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നബിതങ്ങൾക്ക് നിഴലില്ലല്ലോ, ജീലാനി നിങ്ങൾക്ക് നിഴലുണ്ടല്ലോ. ശരിക്കും മനസ്സിലാക്കണം. ജീലാനിയോട് പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിഴലുണ്ടല്ലോ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിഴലില്ലല്ലോ. അപ്പൊ ജീലാനി മറുപടി പറയുന്നു, അത് മാത്രം ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചതാണ്, അത് മാത്രം ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചതാ. എന്തിനാ? അങ്ങനെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്കും നേരില്ല, പക്ഷേ ഞാൻ അത് വേണ്ട നേലുണ്ട് എന്ന് വെച്ചത് എന്തിനാണ്? നിങ്ങൾ എന്നെ നബി എന്ന് വിളിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വ്യത്യാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ എനിക്ക് വേണല്ലോ. അതേ, അവിടുത്തെ എല്ലാ വിശേഷണങ്ങളും എന്നിലുണ്ട്, പക്ഷേ നിഴലില്ല എന്ന വിശേഷണം ഞാൻ വേണ്ടെന്ന് വെച്ചതാ. എന്തിനാണ് അങ്ങനെ വെച്ചത്? നിങ്ങൾ എന്നെ നബി എന്ന് വിളിക്കാതിരിക്കാൻ. വേറെയുള്ള എല്ലാ വിശേഷണങ്ങളും ജീലാനിയിൽ ഒത്തിണങ്ങി എന്ന് വിശ്വസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ഇത്തരത്തിൽ ഈ ഒരു മനുഷ്യനെയുണ്ട് ലോകത്ത് എന്ന് വിശ്വസിക്കാവുന്ന, പ്രചരിപ്പിക്കാവുന്ന നിലക്ക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിടുമ്പോൾ എത്രയോ കള്ളങ്ങളാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറഞ്ഞു എന്ന് കള്ളഹദീസുകൾ ഉണ്ടാക്കുന്നു. അവിടുന്ന് പറയാത്തത് പറഞ്ഞു, അവിടുന്ന് ചെയ്യാത്തത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂലതാ അറിഞ്ഞിട്ടില്ലാത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തത് നബി തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു എന്ന പേരിൽ കള്ളക്കഥകൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നോക്കൂ, നിങ്ങളൊരു ഉദാഹരണം പറയുന്നതായി നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി അവരോടൊരു ദിനം റളിയല്ലാഹ്. എന്താണ് ആദ്യത്തെ വരി കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുന്നു. ആരോടാ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനോടാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? കല്യാണമൊന്ന് കഴിച്ചു എന്നാൽ പെണ്ണിനെ നീ നിന്റെ വീട്ടിൽ ആദ്യമായി കടത്തിങ്ങനെ വീടിന്റെ വെളിയിലിരുത്തി കഴുകിരു കാലുകൾ കളയാതെ ഒരു പാത്രത്തിലാക്കാ നീരുകൾ. എന്നിട്ട് ബാബ് തുടങ്ങി വീടറ്റം വരെ തളിക്കേണ്ടതാണാ വെള്ളവും തീരും വരെ. അതുകൊണ്ട് വീട്ടിൽ നിന്നു മാറും ആപത്തും കടക്കും അതിൽ ബറക്കത്തു മെഴുപത് റഹ്മത്തും. കേട്ടോ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നരകം അവനുറപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ സംബന്ധിച്ച് അതേ ലവലേശം പേടിയില്ലാത്ത നിലക്ക് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കല്യാണം നീ കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണെ വീട്ടിൽ കയറ്റുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? വാതിലിന്റെ വീടിന്റെ വെളിയിലിരുത്തിയിട്ട് 2 കാലും കഴുകണം. പുതിയോട്ടിയുടെ പുതുവെണ്ണിന്റെ 2 കാലും കഴുകിയിട്ട് കളയാതെ ഒരു പാത്രത്തിലാക്കാ നീരുകൾ. പുതുവെണ്ണിന്റെ കാല് കഴുകിയ വെള്ളം കളയാതെ ഒരു ബോട്ടിലാക്ക്, ഒരു പാത്രത്തിലാക്ക്. എന്നിട്ട് ബാബ് തുടങ്ങി വീടറ്റം വരെ തളിക്കേണ്ടതാണ് ആ വെള്ളവും തീരും വരെ.
ആ പാത്രത്തിലെ വെള്ളം വാതില് മുതൽക്ക് വീടിന്റെ അങ്ങേ തലവരെ ഇങ്ങനെ തെളിക്കണം, വെള്ളം തീരുവോളം തെളിക്കണം. പുതുവെണ്ണിന്റെ കാലി കഴുകിയ വെള്ളം ഇങ്ങനെ വീട്ടിൽ മുഴുവൻ തെളിച്ചാൽ അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറും ആപത്തും, കടക്കും അതിൽ ബറക്കത്തും 70 റഹ്മത്തും. വീട്ടിൽ നിന്നെല്ലാ ആപത്തും നീങ്ങും, അതിൽ ബറക്കത്തും 70 റഹ്മത്തും പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്ന് കള്ള ഹദീസ് ഉദ്ധരിക്കുന്നു. എന്തും ആരുടെ പേരിലും പറയാൻ മടിയില്ലാത്ത വിഭാഗം അവസാനം ഇതിലും ഒതുങ്ങി നിന്നില്ലല്ലോ. അവസാനം വന്നില്ലേ ഒരു മുടിക്കഷ്ണവുമായി. മുടി അങ്ങനെ കൊണ്ട് നടന്നു. മുടി അത് തരാൻ വേണ്ടി മുത്ത് റസൂല് നേരിട്ട് പറഞ്ഞിട്ട് കൊടുന്നതാണെന്ന് പറഞ്ഞു നോക്കി. അതേ അറബ് രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് വന്നാൽ വലിയ സ്വീകാര്യത കിട്ടും എന്ന നിലക്ക് ബോംബെയിലെ തെരുവിൽ നിന്നൊരു ഇക്ബാൽ ജാലിയവാലയിൽ നിന്ന് മുടി സംഘടിപ്പിച്ച് അതങ്ങ് അറബ് രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും ഇറക്കുമതി ചെയ്താൽ വിശ്വസിക്കുമെന്നാണ് പാവം വിചാരിച്ചത്. പക്ഷേ മുടിയിൽ കുടുങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവിടുത്തേതല്ലാത്ത മുടി, അവിടുത്തേതല്ലാത്ത വടി, അവിടുത്തേതല്ലാത്ത മെതിയടി, അവിടുത്തേതല്ലാത്ത പുതപ്പ്, അവിടുത്തേതല്ലാത്ത അതേ അവിടുത്തെ ശരീരത്തിലെ മറ്റു രൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ കാലിൽ ധരിക്കുന്ന ചെരുപ്പുകൾ, ഇങ്ങനെ ഒട്ടേറെ ഞങ്ങളുടെ കൈവശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന് വാദിക്കുകയും അതിൽ തന്നെ ഇതാ മുടി ഞങ്ങളുടെ മർക്കസിലെത്തി എന്ന് പറഞ്ഞ് അതേ എല്ലാ രൂപത്തിലുള്ള പ്രചരണവും നടത്തി. അതിന്റെ കഥകളിലേക്ക് ഞാൻ ദീർഘമായി പ്രവേശിക്കുന്നില്ല. പക്ഷേ പര്യവസാനം എവിടെയാ എത്തിയത്? മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നവരാണെന്ന് പറഞ്ഞ സാക്ഷാൽ കാന്തപുരവും അനുയായികളും പ്രവാചക നിന്ദകന്മാര് തന്നെ. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്ന ഏറ്റവും വലിയ കക്ഷികൾ. അവർക്കെതിരെ പടപ്പുറപ്പാട് തുടങ്ങണം, അവർക്കെതിരെ ജാഗ്രത വേണമെന്ന് അതേ കൂടെ കഴിയുന്ന ഈ വിഭാഗം പ്രഖ്യാപിക്കുന്നു. നാടൊട്ടാകെ അവർക്കെതിരെ ക്യാമ്പയിന് സംഘടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ വികൃതമായി ചിത്രീകരിച്ച ഏറ്റവും വലിയ നിന്ദ്യനാണ് കാന്തപുരമെന്ന് അതേ അവര് തന്നെ എല്ലാ സ്റ്റേജുകളിലും പ്രസംഗിക്കുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ നീളം അതിങ്ങനെ ഓരോ കൊല്ലത്തിലും ഇവിടുത്തെ അഹ്സരി തന്നെ പറഞ്ഞു എത്ര മീറ്റർ കണ്ട് എത്ര രൂപത്തിലാണ് അതിന്റെ വളർച്ച എന്നൊക്കെ പറയുന്നു. ഞാനിപ്പോൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അതിന്റെ കൃത്യമായ അളവ് വരെ പറഞ്ഞു. നുണ പറയുന്നവനുണ്ടോ? എന്തിനും ലൈസൻസ് ഉള്ള നാവല്ലേ? പടച്ച റബ്ബിനെ പേടിയില്ലാതെ എല്ലാ കളവുകളും തട്ടിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെയും പറയുന്നു. 2 മാസം മുമ്പ് മർക്കസിൽ ഒരു അതിഥി വന്നപ്പോൾ അദ്ദേഹത്തിന് മുടി കാണണം എന്ന് വല്ലാത്ത ആശ തോന്നിയപ്പോൾ ഞാൻ പോയിട്ട് ആ മുടിയൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ മുടി വിരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇപ്പോഴും വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലും മുടി. അതേ അപ്പോഴതാ അപ്പുറത്തെ സമസ്തക്കാര് പറയുന്നു അത് ഇക്ബാൽ ജാലിയവാലക്ക് ബോംബെയിലെ തെരുവിൽ നിന്ന് കിട്ടിയ ഏതോ പെണ്ണിന്റെ മുടിയാണ്. ആ മുടിയെ കുറിച്ചാ ഇപ്പുറത്തെ മദ്ഹ് പറയുന്നത്. നിഴലില്ല, കത്തില്ല, അത് ആടും മുടിയാണ്, ചാടും മുടിയാണ്, ദിക്ർ കേട്ടാൽ ആടുന്ന മുടിയാണ്. അതേ ദിവസവും അതിന് വളർച്ചയാണ്, വർഷവും വളർച്ചയാണ്. ഇങ്ങനെ അവസാനം പറഞ്ഞു സനതുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സനത് ഇല്ല, അത് നസബയാണെന്ന് പറഞ്ഞു. പല രൂപത്തിലും പറഞ്ഞ് ആകെ നാണം കെട്ടപ്പോൾ എല്ലാ നാണക്കേടിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടി അതേ ഒരു യാത്രക്കൊരുങ്ങിയിരിക്കുകയാണ് മൂപ്പര്. അങ്ങനെയെങ്കിലും രക്ഷ കിട്ടുമോ എന്ന്? ഇല്ല, ഈ മുടി നിങ്ങളുടെ കാലിൽ ചുറ്റിപ്പിണഞ്ഞ് നിങ്ങൾ മലർന്നു വീഴും, സംശയമില്ല. ആദർശ രംഗത്ത് നിങ്ങൾക്കൊരിക്കലും
ഒരിക്കലും എഴുന്നേൽക്കാനാവില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചുകൊണ്ട് അതേ സന്യാസിമാരുടെ മുടിയേക്കാൾ സ്ത്രീകളുടെ മുടിയേക്കാൾ നീളമുള്ള മുടിയുടെ വക്താവായി ചിത്രീകരിച്ചുകൊണ്ട് അതേ ഈ രൂപത്തിലൊക്കെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മോശമായ പ്രചരണം രാജ്യത്തൊട്ടാകെ നടത്തുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരേ, നിങ്ങൾക്ക് രക്ഷയില്ല. ദുനിയാവിൽ രക്ഷയില്ല, ആഖിറത്തിൽ രക്ഷ വേണോ? ഇസ്ലാമിലേക്ക് വന്നോ? പറഞ്ഞ് അവസാനം ഒരു രക്ഷയുമില്ലാതെ ഓട്ടത്തിന് പ്ലാൻ ചെയ്യുകയാണ്. എല്ലായിടത്തേക്കും ഓടാനും സഞ്ചരിക്കാനും പ്ലാൻ ചെയ്യുകയാണ്. പല പേരുകൾ അതിന് മറുപക്ഷം നൽകിക്കഴിഞ്ഞു. കേരള യാത്രയല്ല പോലും, കരാള യാത്രയാണ് പോലും. അതേ, വേറെ ചിലർക്ക് വേറെ ചില പേരുകളാണുള്ളത്. എന്ത് പേരിലാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു